ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യാസ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. വൈറസുകൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവ് ഇന്ത്യയിലെ കുറെ നാളുകളായിട്ട് സംഘടിപ്പിക്കുന്നതാണ്. ഈവൻ അതിന്റെ ഒരു പ്രോഗ്രസ് വരുന്നത് ഒരു 2011 മുതലാണ്. 2014 അതിന്റെ ഒരു മേജർ ഷിഫ്റ്റ് നടക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യ ഒരു 90% ഈ വാക്സിൻ, അതായത് വൈറസ് ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് മാറ്റാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ലെസൺ ഫ്രം ഇന്ത്യാസ് വാക്സിനേഷൻ ഡ്രൈവ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയുടെ വാക്സിനേഷൻ ഡ്രൈവിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? സോ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി, ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടെങ്കിലും വാക്സിനേഷൻ ഡ്രൈവിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച എക്സാമ്പിൾ ആയിട്ട് ലോകത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് യൂസ് ചെയ്തത്? ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ ആണ്. ഇപ്പൊ കോവിഡ്-19 വന്നു. കോവിഡ്-19 വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ തന്നെ നമ്മളുടെ കോവിൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് നമ്മളുടെ PDF ഫയലായിട്ട് നമ്മളുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ഒരു സൈറ്റിനെ കുറിച്ചിട്ട് പ്രകീർത്തിക്കുകയുണ്ടായി അദ്ദേഹം. എവിടെ UK-യിലോ USA-യിലോ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തന്നെ അതിനോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പോലും ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നിലവിൽ വന്നിട്ടില്ല. അവര് പേപ്പറൊക്കെ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഫോണിൽ നമ്മളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുകയാണ്. സോ അത്രയും എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ഇന്ത്യയിൽ വാക്സിനേഷൻ ഡ്രൈവുകളുടെ കാര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ, ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവുമായി ബന്ധപ്പെട്ടുള്ള ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇന്ത്യസ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കിയിട്ട് പോകാം. അതായത് 2014 രണ്ട് പ്രൊജക്ടുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഒന്ന് മിഷൻ ഇന്ദ്രധനുഷ്. ഓക്കെ, സോ മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തൊരു പ്രൊജക്ട് ആണ്. എന്തിനു വേണ്ടിയിട്ട്? വാക്സിനേഷൻ ഡ്രൈവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തൊരു പ്രൊജക്ട് ആണ് മിഷൻ ഇന്ദ്രധനുഷ്. 12 വാക്സിനുകൾ, അതിൽ 11 വാക്സിൻ സ്റ്റേറ്റ് വൈഡ്, നാഷണൽ വൈഡ് ആയിട്ടും ഒരു വാക്സിൻ സ്റ്റേറ്റ് വൈഡ് ആയിട്ടും ചില പെർട്ടിക്കുലർ എൻഡമിക് ഏരിയാസിലേക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ മിഷൻ ഇന്ദ്രധനുഷ് അത്ര പോപ്പുലർ ആയില്ല. ഇൻ ദ സെൻസ് എല്ലാവരിലേക്കും എത്താനായിട്ട് സാധിച്ചില്ല. സോ നമ്മൾ നെക്സ്റ്റ് ഒരു പ്ലാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു സെക്കൻഡ് വേർഷൻ, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഏതാണ് ആ പ്ലാൻ? ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ്. സോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2011-14 കാലഘട്ടങ്ങളിൽ ഏകദേശം 60% മാത്രം വാക്സിൻ പെനിട്രേഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോ കറന്റ് 90%-ത്തിലേക്ക് എന്തെത്തിയിരിക്കുന്നു? വാക്സിനേഷൻ ഡ്രൈവുകൾ എത്തിയിരിക്കുന്നു. 90% പോപ്പുലേഷനുകളിലേക്കും വാക്സിനേഷൻ എത്തിയിരിക്കുന്നു. സോ മിഷൻ ഇന്ദ്രധനുഷ് 2.0 അല്ലെങ്കിൽ നമ്മുടെ ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് പ്ലാൻ. ദെൻ ഇപ്പൊ കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഷൻ ഇന്ദ്രധനുഷ് 5.0 ആണ്. ഓക്കെ, മിഷൻ 4.0 കഴിഞ്ഞ് 5.0 ആണ് ഇപ്പോൾ കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ വാട്ട് ആർ ദ ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ വി ഹാഡ് ഡൺ? അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് യുവിൻ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, സോ യുവിൻ പ്ലാറ്റ്ഫോംസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ കോവിൻ പ്ലാറ്റ്ഫോംസ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ വാക്സിനേഷൻ ഡ്രൈവുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? ആരൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു? ആർക്കൊക്കെ കൊടുക്കുന്നു? എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്ന നമ്മളുടെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഈ യുവിൻ പ്ലാറ്റ്ഫോം. ദെൻ ഈ വിൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വാക്സിൻ സ്റ്റോക്കുകൾ ഉണ്ടല്ലോ, വാക്സിൻ സ്റ്റോക്കുകളുടെ കൃത്യമായിട്ടുള്ള കണക്കെടുക്കലും അതിപ്പോ എവിടെയാണ്, ഏത് ഏരിയയിലാണ് ഇപ്പോ സ്റ്റോക്ക് കൂടുതലുള്ളത്, ഏത് ഏരിയയിലാണ് സ്റ്റോക്ക് കുറവുള്ളത്, അവിടേക്ക് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഡാറ്റാബേസ് ആണ്, റിയൽ ടൈം നെറ്റ്വർക്ക് ട്രാക്കിംഗ് ആണ് എന്ത് നമ്മളുടെ ഈ വിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വിൻ നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലായി, യു വിൻ പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലായി. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ചെയിൻ മെക്കാനിസം അല്ലെങ്കിൽ കോൾഡ് ചെയിൻ മാനേജ്മെന്റ് മെക്കാനിസം. ഈ കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് വാക്സിനുകൾ സ്റ്റോർ ചെയ്യാനായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും പച്ചക്കറി വണ്ടിയുടെ പുറകിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നടക്കോ? ഇല്ല. നമ്മൾ ആന്ധ്രയിൽ നിന്ന് വരുന്ന അരി കൊണ്ടുവരുന്ന ലോറിയുടെ പുറകിൽ ഇതും കൂടി ഒന്ന് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല.
അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സിസ്റ്റം വേണ്ടേ? എന്താണ് അതിന് കൃത്യമായിട്ട് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യണം, അത് കൃത്യമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം, ഷേക്കിങ്ങുകൾ പാടില്ല, അതിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് വേണം. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും അത് സ്റ്റോർ ചെയ്യാനായിട്ടുണ്ടാവണം. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലേക്ക് നമ്മൾ ഒരു വാക്സിൻ കയറ്റി അയക്കുകയാണ്, അവിടെ കൊണ്ടുപോയിട്ട് അവർ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും? ഇല്ല. സോ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വാക്സിൻ ട്രാൻസ്പോർട്ടേഷൻ, വാക്സിൻ സ്റ്റോറേജുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ മേക്ക് ചെയ്യുന്നത് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്കീമുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് മോണിറ്റർ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് നാഷണൽ കോൾഡ് ചെയിൻ മാനേജ്മെന്റ്, ensuring vaccines through quality, ensuring vaccine quality through temperature control. Okay, so NCCMIS മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മളുടെ സ്റ്റോറേജിലും ട്രാൻസ്പോർട്ടേഷനിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു കാര്യമാണ് എന്താണ്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഒരു വാക്സിൻ ഡ്രൈവ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ പ്രൊഡക്ഷൻ ഏറ്റവും നന്നായിരിക്കണം, അല്ലെ? കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ എന്താണ്? ഏറ്റവും നന്നായിട്ട് അത് പ്രൊക്യൂർ ചെയ്യാനായിട്ടും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റണം. ഇത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, ഇത് കൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ കൃത്യമാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കണം. സ്റ്റോക്കുകൾ കൃത്യമാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം അറിയാനായിട്ട് ഒരു സിസ്റ്റം വേണം. ഓക്കെ, സോ ഈ 4 സ്റ്റേജിലും പ്രൊഡക്ഷൻ, പ്രൊക്യൂർമെന്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ദെൻ സ്റ്റോറേജ്, ദെൻ നാലാമത്തെ എന്താണ്? ആളുകളിലേക്കുള്ള സിസ്റ്റം. സോ ഈ 4 സ്ഥലങ്ങളിലും നമ്മൾ എന്ത് ചെയ്തു? ടെക്നോളജി അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞു. ഓക്കെ, ദെൻ വേറെ ഇതിൽ ആഡ് ചെയ്യാനായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. പേറ്റൻസ്, കോപ്പി റൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രകാരം അങ്ങോട്ട് എൻലാർജ് ചെയ്തു. ഇപ്പോ COVID-19 ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണ്? COVID-19 വാക്സിൻസ് ഇന്ത്യയിലേക്ക് വന്നത് എന്താണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരാ പറഞ്ഞേ? നമ്മളുടെ ഗവൺമെന്റ് തന്നെ പറഞ്ഞു, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് നിങ്ങൾ നടത്തിക്കോളൂ, അത് ടെസ്റ്റ് ചെയ്തോളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളൂ, ഗവൺമെന്റ് കൂടെയുണ്ട്. ഓക്കെ, അത് ഒരു പ്രൈവറ്റ് പ്ലെയറിനോട് പറഞ്ഞിരിക്കുകയാണ് ആര്? ഇന്ത്യൻ ഗവൺമെന്റ്. പണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറ്റുമോ? 1991 മുന്നേ ആണെങ്കിൽ മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ടും ബാക്കിയുള്ള ആക്ടുകളെല്ലാം പ്രകാരം എന്ത് ചെയ്യും? നിങ്ങൾ കുത്തക മുതലാളികളാണെന്ന് പറയും. അപ്പോ നമ്മളുടെ റിസർച്ചും ഡെവലപ്മെന്റും നടക്കില്ല. സോ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇവിടെ ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് പറ്റണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേറ്റന്റുകളുടെ കാര്യം, കോപ്പി റൈറ്റുകളുടെ കാര്യം. സോ മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോപ്പി റൈറ്റ്, പേറ്റന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. സോ ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനെ ഒന്ന് എൻലാർജ് ചെയ്തു, എന്തും കൂടി ആഡ് ചെയ്തു, പേറ്റന്റ്, അതുകൂടാണ്ട് നമ്മളുടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കൂടിയിട്ട് ആഡ് ചെയ്തു. ഓക്കെ, സോ എന്തൊക്കെയാണ് ഈ ഇന്ദ്രധനുഷ് പ്ലാൻ, അല്ലെങ്കിൽ നമ്മളുടെ വാക്സിനേഷൻ ഡ്രൈവുകളിലുള്ള പ്രശ്നങ്ങൾ? റീച്ച് ചെയ്യുക എന്നുള്ളത് ഒരു മേജർ പ്രശ്നമാണ് സാധാരണ ആളുകളിലേക്ക്. അല്ലെങ്കിൽ ഇപ്പോ നമ്മളുടെ അട്ടപ്പാടി ഗ്രാമം, അല്ലെങ്കിൽ നമ്മളുടെ വയനാട് ഏരിയയിലെ ഇന്നറിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് വാക്സിനേഷൻ ഡ്രൈവ് കൊണ്ടുപോകണം. ഇത് ലോജിസ്റ്റിക്കലി അവിടെ എത്തിക്കാന്നുള്ളത് ഹൈലി ടാസ്ക് ആണ്. ഓക്കെ, ഒരു ഹ്യൂജ് ടാസ്ക് തന്നെയാണ് അവിടെ എത്തിക്കുക എന്നുള്ളത്. അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ദെൻ റെസിസ്റ്റൻസ് ടു വാക്സിൻ അവയർനെസ്. വാക്സിൻ കുത്തിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? പെട്ടെന്ന് മരിച്ചു പോകും, ഹൃദയാഘാതം വരുന്നതൊക്കെ വാക്സിൻ കാരണമാണ് എന്നൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സോ സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്താണ് ഡെസിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു ഹ്യൂജ് പ്രോബ്ലം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു ഹ്യൂജ് പ്രോബ്ലം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം നമുക്ക് തടയാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു 90% നിന്ന് ഒരു 95%-ിലൊക്കെ നമ്മളുടെ വാക്സിനേഷൻ ഡ്രൈവുകൾ കൊണ്ട് ചെല്ലാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു മാപ്പിംഗ് ഓഫ് ദ ഇന്ത്യ ആൻഡ് ചൈന. സോ ഇത് അത്ര പെർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ ഇമ്പോർട്ടന്റ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, കാരണം എന്താണ്? ഇത് മുന്നേ ഉള്ളൊരു നമ്മുടെ ഹിന്ദു ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു
ക്രിറ്റിസിസം അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് നമ്മളുടെ ഓപ്പൺ എഡിറ്റോറിയലിൽ. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. എവിടേക്കാണ് ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിലിടയിലുള്ള ഒരു ബോർഡർ ഇഷ്യൂ? നമ്മൾ എന്താണ് ക്ലാസിഫിക്കേഷൻ 5 ഹെഡിങ്സിലേക്ക് നമ്മൾ അതിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ ചൈന റിലേഷൻ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലേക്കുള്ള എന്താണ് നമ്മളുടെ പ്രോബ്ലം, അതായത് ബോർഡർ ഇഷ്യൂ പ്രധാനമായിട്ടും എവിടേക്കാണുള്ളത്? ഒന്ന്, നമ്മുടെ അരുണാചൽ പ്രദേശ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശിൽ പോയിട്ടുണ്ടായിരുന്നു. ദെൻ വേറെ ആരാണ്? അക്സായി ചിൻ മേഖല. ഇതാണ് മേജർ ഇഷ്യൂവിന്റെ ഒരു പ്രോസസ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, സോ മേജർ ഇഷ്യൂവിന്റെ പ്രോസസ്. സോ ഈ രണ്ട് മേഖലയും ഹിസ്റ്റോറിക്കലി എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. ഓക്കെ, മഞ്ജു രാജവംശത്തിന്റെ കാലത്ത്, ദെൻ നമ്മളുടെ മക്മോഹൻ ലൈൻ വരയ്ക്കുന്ന കാലഘട്ടം, ദെൻ 1761 കാലഘട്ടങ്ങളിൽ ഈ മൂന്ന് ഏരിയാസിലും ഈ നമ്മളുടെ അക്സൈസിൽ അരുണാചൽ പ്രദേശ് ഈ ഏരിയാസ് എല്ലാം എങ്ങനെയായിരുന്നു, ആരുടെ കീഴിലായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഹിസ്റ്റോറിക്കൽ പാറ്റേൺ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ചൈന ബോർഡേഴ്സിനെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ദ മഞ്ജു രാജവംശം, അല്ലെങ്കിൽ എന്താണ് മഞ്ജു എംപറർ. സോ മഞ്ജു രാജവംശത്തിന്റെ കീഴിൽ എന്തായിരുന്നു? മഞ്ജു രാജവംശത്തിന്റെ കീഴിൽ ടിബറ്റ് ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഏരിയ. ഓക്കെ, സോ ടിബറ്റ് ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഏരിയ. പക്ഷേ അവര് ടിബറ്റിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും മഞ്ജു രാജവംശത്തിന്റെ കീഴിൽ ടിബറ്റിനെ മഞ്ജു രാജവംശം എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഒരു എംപറർ ആയിരുന്നു. ആ രാജവംശം ടിബറ്റിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും തവാങ്ങിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തവാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മൾ നീലാകാശം പച്ചക്കടലിൽ ദുൽഖർ വണ്ടി ഓടിച്ച് കയറി പോകുന്ന സ്ഥലം തവാങ് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ, സോ ഈ അരുണാചൽ പ്രദേശിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ? മഞ്ജു രാജവംശത്തിന്റെ 1721 മാപ്പിൽ. അല്ലെങ്കിൽ നമുക്കത് ഓർക്കാനായിട്ട് ബുദ്ധിമുട്ടാവും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. മഞ്ജു രാജവംശത്തിന്റെ മാപ്പിൽ ആര് എക്സ്ക്ലൂഡഡ് ആണ്? നമ്മുടെ അരുണാചൽ പ്രദേശ് എക്സ്ക്ലൂഡഡ് ആണ് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു വെച്ചേക്കുക. ഓക്കെ, ദെൻ മക്മോഹൻ ലൈൻ. മക്മോഹൻ ലൈനും ഈ ബോർഡേഴ്സ് പലപ്പോഴും പണ്ട് മുതലേ വരച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നാച്ചുറൽ ബാരിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? നാച്ചുറൽ ബാരിയേഴ്സ്. ഇപ്പോ ഹിമാലയൻ അവിടെയുണ്ട്, ഹിമാലയന്റെ തൊട്ടപ്പുറത്തുള്ളത് ഒരു രാജ്യം, തൊട്ടപ്പുറത്തുള്ളത് ഒരു രാജ്യം. ദെൻ വേറെ എന്തെങ്കിലും പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ പുഴയ്ക്ക് അപ്പുറത്തുള്ള ഒരു രാജ്യം, ഇപ്പുറത്തേക്കുള്ളത് മറ്റൊരു രാജ്യമായിട്ട് നമ്മൾ കിടക്കും. അങ്ങനെ നാച്ചുറൽ ബൗണ്ടറീസിന്റെ ബേസിസിലാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ പല രാജ്യങ്ങളുടെയും ബൗണ്ടറീസ് നിർണയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1914 മക്മോഹൻ ലൈൻ വരച്ചു കഴിഞ്ഞപ്പോ മേജർലി ഈ നാച്ചുറൽ ഫീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ മക്മോഹൻ ലൈൻ ആരും അംഗീകരിച്ചില്ല. എന്താണ് ഇവിടെയുള്ള പ്രശ്നം? മക്മോഹൻ ലൈൻ നമ്മളുടെ ചൈനീസ് ഗവൺമെന്റ് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഓക്കെ, സോ മക്മോഹൻ ലൈനിന്റെ ഒരു കാര്യം അവിടെ ഓർത്തു വെച്ചേക്കുക. ദെൻ 1761 മാപ്പിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുൻലൂൺ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന ഒരു മൗണ്ടെയ്ൻസ് മാപ്പിലേക്ക് നോക്കിയേ. കുൻലൂൺ മൗണ്ടെയ്ൻസ്, അതായത് ഹിമാലയൻ ഇവിടെ കിടക്കുന്നു, നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ. ഇതിന്റെ മുകളിൽ കിടക്കുന്ന ഒരു മലനിരയാണ്, അതായത് ചൈനീസ് ടെറിട്ടറിയിൽ ടിബറ്റില് ഏരിയയിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൗണ്ടെയിൻ ആണ് കുൻലൂൺ ഷാൻ മൗണ്ടെയ്ൻസ്. ഏതാണ്? മറന്നുപോകരുത്, കുൻലൂൺ ഷാൻ മൗണ്ടെയിൻ. സോ നാച്ചുറൽ ബൗണ്ടറി പ്രകാരം 1761 കാലഘട്ടങ്ങളിലെ രാജാക്കന്മാര് ചൈനയുടെ അതിർത്തിയായിട്ട് കണക്കാക്കിയിരുന്നത് ഏതാണ്? ഈ കുൻലൂൺ മൗണ്ടെയ്ൻസ് ആയിരുന്നു. ഓക്കെ, കുൻലൂൺ മൗണ്ടെയ്ൻസ്. സോ അക്സൈ എന്താണ്? അക്സൈ ഈ കുൻലൂൺ മൗണ്ടെയ്ൻസിന്റെ പുറകിൽ കിടക്കുന്ന സ്ഥലമാണ്. ഏതാണ്? 1761 പ്രകാരം കുൻലൂൺ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ അക്സൈ കുൻലൂൺ മൗണ്ടെയ്ൻസിന്റെ പുറകിൽ കിടക്കുന്ന സ്ഥലമാണ്. സോ അത് നാച്ചുറലി ആരുടെ ആകണം? ഇന്ത്യയുടെ ആകാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് അന്നത്തെ ആളുകൾ, 1761 ആളുകൾ എന്ത് ചെയ്തത്? പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഓക്കെ, സോ കുൻലൂൺ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ട്രാൻസ് ഹിമാലയക്ക് മേലെയുള്ള സ്ഥലമാണ്. ഇവിടെ എന്താണ് ട്രാൻസ് ഹിമാലയ? നമ്മൾ ഹിമാലയത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹിമാലയൻ റേഞ്ച് ഉണ്ട്, ദെൻ ട്രാൻസ് ഹിമാലയൻ റേഞ്ച് ഉണ്ട്. ഓക്കെ, സോ ഹിമാലയൻ റേഞ്ച് ഉണ്ട്, ട്രാൻസ് ഹിമാലയൻ റേഞ്ച് ഉണ്ട്, സസ്കർ മൗണ്ടെയിൻ റേഞ്ചസ്, ദെൻ ലഡാക്ക് റേഞ്ചസ്, കാരൻകോരം, K2 അങ്ങനെയുള്ള സാധനങ്ങൾ നിൽക്കുന്നത് എവിടെയാണ്? ട്രാൻസ് ഹിമാലയൻ റേഞ്ചിലാണ്. ട്രാൻസ് ഹിമാലയന്റെയും കുറച്ചും കൂടി മേലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുൻലുൻ ഷാൻ മൗണ്ടെയ്ൻസ്, അല്ലെങ്കിൽ നോർമലി കുൻലുൻ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കുൻലുൻ മൗണ്ടെയ്ൻസ് ആയിരുന്നു നാച്ചുറൽ ആയിട്ട് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബൗണ്ടറിയുടെ. മനസ്സിലാവുന്നുണ്ടോ? സോ കുൻലുൻ മൗണ്ടെയ്ൻസ് പഠിച്ചു. ദെൻ വേറെ എന്താണ് നമ്മൾ പഠിച്ചത്?
മഞ്ജു രാജവംശത്തിൽ തവാങ്ങിനെ എക്സ്ക്ലൂഡ് ചെയ്തെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്ത് പറയാനായിട്ട് പറ്റും? മക്മോഹൻ ലൈനും ഈ നാച്ചുറൽ ബാരിയേഴ്സ് പ്രകാരമൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ആരും അംഗീകരിച്ചില്ല, ചൈന അംഗീകരിച്ചിട്ടില്ല. ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലേക്ക് വന്നു. 39-ലൊക്കെ നമ്മളുടെ ആര് നടക്കാൻ തുടങ്ങി? ലോങ് മാർച്ചിൽ മാവോക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടങ്ങളായപ്പോഴേക്കും ഈ ബോർഡർ ഡിസ്പ്യൂട്ട് നിലവിൽ വരികയാണ്. സോ 1943-49 കാലഘട്ടങ്ങളിൽ എന്താണ്? ചൈന ഒരു ലൈനും അംഗീകരിക്കുന്നില്ല, മക്മോഹൻ ലൈൻ അംഗീകരിക്കുന്നില്ല, ഹിസ്റ്റോറിക്കൽ ലൈനുകളൊന്നും അംഗീകരിക്കുന്നില്ല. സോ അതാണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, സോ ഈ ഹിസ്റ്റോറിക്കൽ ലൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യക്കാണ് മുൻകൈ. മഞ്ജു രാജവംശം, 761-ലെ മാപ്പ്, മക്മോഹൻ ലൈൻ, ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കാണ് അവിടെ അപ്പർ ഹാൻഡ് ഉള്ളത് എന്ന് കാണാൻ പറ്റും. അരുണാചൽ പ്രദേശിലും നമ്മുടെ അക്സായി ചിൻ ഏരിയയിലും. ഓക്കെ, പക്ഷെ ഇത് ആരും അംഗീകരിക്കുന്നില്ല, ചൈന അംഗീകരിക്കുന്നില്ല. ചൈന ഒരു ഡയലോഗ് ആൻഡ് ഡിപ്ലോമസിയിലേക്ക് കൂടിയാണ് നമ്മളുടെ ഇത് നെഗോസിയേഷനിലൂടെയും പ്രിൻസിപ്പിൾസിലൂടെയും ഡിസ്കഷനിലൂടെയൊക്കെ ഇത് നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ എന്താണ് നമ്മളുടെ ഇന്ത്യ ചൈന വാർ 62-ൽ നടക്കുന്നുണ്ട്, അരുണാചൽ പ്രദേശ് പിടിച്ചടക്കുന്നുണ്ട്, ദെൻ തിരിച്ച് പുറകോട്ടേക്ക് അവർ പോകുന്നുണ്ട്. ഓക്കെ, സോ അതൊരു ഇമ്പാക്റ്റ് ആണ്. പക്ഷെ ഇവർക്ക് എന്താണ് പ്രദേശം ഹിസ്റ്റോറിക്കലി അവരുടെ കൈവശമില്ലാത്ത പ്രദേശമാണ് അവര് അഗ്രഷനിലൂടെ പിടിച്ചടക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യ ചൈന റിലേഷനിലുള്ള ആ ബോർഡേഴ്സിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് മനസ്സിലായല്ലോ. 3 കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. ഒന്ന് മഞ്ജു രാജവംശത്തിന്റെ 1721-ലെ മാപ്പ്, ദെൻ 1761-ലെ മാപ്പ്, ദെൻ നമ്മളുടെ മക്മോഹൻ ലൈൻ 1914. മക്മോഹൻ ലൈൻ പറയുമ്പോൾ അവിടെ എടുത്തു പറയണം എന്താണ്? ചൈന അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, ചൈനയോട് കൺസൾട്ട് ചെയ്യാണ്ടാണ് ടിബറ്റിന്റെ. അത് മക്മോഹൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള ഒരു രേഖയാണ്, അല്ലെങ്കിൽ ഇന്ത്യയും ടിബറ്റും. സോ ചൈന പറഞ്ഞു ഞങ്ങളിത് അംഗീകരിക്കില്ല, ഞങ്ങളോട് കൺസൾട്ട് ചെയ്യാണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ, മക്മോഹൻ ലൈനിന്റെ ഡിസ്കഷനും മക്മോഹൻ ലൈൻ വരച്ചിരിക്കുന്നതും ചൈനയോട് കൺസൾട്ട് ചെയ്യാതെയാണ്. അപ്പൊ ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞു? ചൈന പറഞ്ഞു. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഏതാണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ 1949 ഫോം ചെയ്തതാണ്. അപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനെ കുറിച്ച് വാർത്തയിൽ വരുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് പോകണം എന്നാണ് അത് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ഏകദേശം ഒരു ഡെക്കേഡ് എങ്കിലും ഓർത്തിരിക്കണം. ഓക്കെ, ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ എന്തുവരെ നമ്മൾ 1993-94 കാലഘട്ടങ്ങൾ, ആ ഒരു ഡെക്കേഡ് എങ്കിലും ഓർത്തിരിക്കുക. ദെൻ എന്താണ് ഇന്നലെ നമ്മൾ റോം സ്റ്റാറ്റ്യൂട്ട് പഠിച്ചു, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇപ്പൊ 2002, 2001, 2002 കാലഘട്ടത്തിൽ എവിടെയോ ആണ് അത് ഫോം ചെയ്തത്, നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. സോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ 1949-ലാണ് ഫോം ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? വേൾഡ് വാറിന് ശേഷം ആ മേഖലയിലുള്ള യൂറോപ്യൻ മേഖലയിലുള്ള ഒരു ഡിഫൻസ് അലയൻസ് ആയിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 5, ഞാൻ പാകിസ്ഥാൻ എന്താണ് സൗദി അറേബ്യ പാക്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങള് എല്ലാവരെയും കളക്റ്റീവ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് ആർട്ടിക്കിൾ 5-ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ തൊട്ടാൽ എല്ലാവരെയും തൊട്ട മാതിരിയാണ്. ഓക്കെ, സോ ആർട്ടിക്കിൾ 5-നെ കുറിച്ച് പറഞ്ഞു. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 1949. എവിടെയാണ് തലസ്ഥാനം വന്നിരിക്കുന്നത്? എവിടെയാണ് തലസ്ഥാനം വന്നിരിക്കുന്നത്? നമ്മളുടെ ബ്രസൽസിലാണ്. ഓക്കെ, തലസ്ഥാനം എവിടെയാണ്? ബ്രസൽസിലാണ്. ദെൻ എത്ര മെമ്പേഴ്സ് ഉണ്ട് കറന്റ്? 32 മെമ്പേഴ്സ് ആണ് നമ്മളുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ നിലവിലുള്ളത്. എത്ര മെമ്പേഴ്സ് ആണ്? 32 മെമ്പേഴ്സ് ആണ്. അവസാനമായിട്ട് ജോയിൻ ചെയ്തത് ആരാണ്? അവസാനമായിട്ട് ജോയിൻ ചെയ്തത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വീഡൻ ആണ്. 2024-ലാണ് സ്വീഡൻ ജോയിൻ ചെയ്തത്. ഫിൻലാൻഡ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വീഡൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫിൻലാൻഡ് 2024 ആദ്യം, സ്വീഡൻ അവസാനമാണ് ജോയിൻ ചെയ്തത്. ദെൻ ഈ മേഖലയിൽ തന്നെ മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ഏതാണ്? യൂറോപ്യൻ യൂണിയൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ മെമ്പേഴ്സും യുയിലുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ നാറ്റോയിലുണ്ടോ? ഇല്ല. സോ അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റോങ് ആയിട്ട് എടുത്തോളണം. ഓക്കെ, എന്താണ്? യൂറോപ്യൻ യൂണിയനിലെ എല്ലാ മെമ്പേഴ്സും ഒന്നും എവിടെ ഇല്ല? നമ്മളുടെ നാറ്റോയില് ഇല്ല. ഓക്കെ, നോർമലി നമ്മളുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് സ്വീഡൻ ജോയിൻ ചെയ്തത് ഈ 2024 കാലഘട്ടങ്ങളിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിലും ചെറിയ കൺട്രീസ് ഉണ്ടാവില്ലേ, അവര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും നാറ്റോയിലേക്ക്? ഇല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. സോ യുയില് മെമ്പറാണ്, പക്ഷേ നമ്മളുടെ നാറ്റോയിൽ മെമ്പർ അല്ലാത്ത ചില കൺട്രീസ് ഉണ്ട്. സൈപ്രസ് ഉണ്ട്, ഓസ്ട്രിയ ഉണ്ട്, അയർലൻഡ് ഉണ്ട്,
ദെൻ മാൾട്ട, ഇങ്ങനെയുള്ള കൺട്രീസ് എല്ലാം നാറ്റോയുടെ പുറത്താണ് നിൽക്കുന്നത്. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ അവർ മെമ്പറാണ്. ഓക്കെ, സോ യൂറോപ്യൻ യൂണിയനിൽ മെമ്പറാണ്, എന്നാൽ നാറ്റോയിൽ മെമ്പർ അല്ലാത്ത കൺട്രീസ് ഉണ്ട്. സോ എല്ലാ മെമ്പേഴ്സും, യൂറോപ്യൻ യൂണിയനിലെ എല്ലാ മെമ്പേഴ്സും നാറ്റോയിലെ മെമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വരും. അപ്പൊ നമുക്ക് തെറ്റിക്കാനായിട്ട് സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കാം. ദെൻ ഫൗണ്ടിങ് മെമ്പേഴ്സിനെ ഒന്ന് നോക്കി വെച്ചേക്കുക. മോസ്റ്റ് കാണാൻ പാടമൊന്നും പഠിക്കണ്ട. എന്താണ്? ബെൽജിയം, കാനഡ ഉണ്ട്, പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട UK ഉണ്ട്, USA ഉണ്ട്, ഓഫ് കോഴ്സ് ആണല്ലോ. ദെൻ ആരാണ്? പോർച്ചുഗൽ ഉണ്ട്, നോർവേ ഉണ്ട്, നെതർലൻഡ്സ് ഉണ്ട്, ലക്സംബർഗ് ഉണ്ട്, ബെൽജിയം ഉണ്ട്, ഡെൻമാർക്ക് ഉണ്ട്. ദെൻ പ്രധാനപ്പെട്ട വേറെ ഏത് കൺട്രീസ് ആണുള്ളത്? സോ മേജർ ആയിട്ട് ആ മേഖലയിൽ പ്രധാനപ്പെട്ട കളിക്കാരെല്ലാവരും ഉണ്ട്. ഓക്കെ, ഒരു എതിരാളി ഇല്ലാത്തത് ജർമ്മനിയാണ്. ഓക്കെ, സോ ഒരു എതിരാളി ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഇല്ലാത്തത് ജർമ്മനിയാണ്. അല്ലാതെ മേജർ ആയിട്ടുള്ള എല്ലാ പ്രൊമിനന്റ് പ്ലെയേഴ്സും ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ട് അവിടെ ഉണ്ട്. ദെൻ സ്വീഡന്റെ കാര്യം പറഞ്ഞു, ലാസ്റ്റ് ജോയിൻ ചെയ്ത കൺട്രിയാണ്. ദെൻ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നാറ്റോയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് എക്കോണമിക് കോർപ്പറേഷൻ ഓഫ് ഡെവലപ്മെന്റ്, OECD. OECD എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നിലവിലുണ്ട്. സോ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇത് നമ്മളുടെ എക്കോണമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. സോ ഈ ഒരു ഓർഗനൈസേഷൻ എന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഓർഗനൈസേഷൻ 1960 ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനു മുൻപ് യൂറോപ്യൻ മേഖലയിലുള്ള ഒരു എക്കോണമിക് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അതിലേക്ക് യൂറോപ്യൻ മേഖലയിൽ മാത്രം എക്കോണമിക് കോർപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ദെൻ അതൊന്ന് എക്സ്പാൻഡ് ചെയ്തു. ഓസ്ട്രേലിയ, കാനഡ, ഏതാണ്, USA, ഇങ്ങനെയുള്ള കൺട്രീസിനെല്ലാം ആഡ് ചെയ്തു. സോ അങ്ങനെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിലുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് ഓർഗനൈസേഷൻ ഓഫ് എക്കോണമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് മാറുന്നത് 1961, 62 കാലഘട്ടങ്ങളിലാണ്. ദെൻ എത്ര മെമ്പേഴ്സ് ഉണ്ട്? അറൌണ്ട് 38 മെമ്പേഴ്സ് ഉണ്ട്. 38 മെമ്പേഴ്സ് ആണ് നമ്മളുടെ OECD കറന്റ് ഉള്ളത്. ദെൻ എന്നാണ് ഫോം ചെയ്തത്? 1961 കാലഘട്ടങ്ങളിൽ. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാനായിട്ട് നമ്മൾ ഡെക്കേഡ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. 1961, 60, 61 കാലഘട്ടങ്ങളിലാണ് എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ദെൻ എത്ര മെമ്പേഴ്സ് ഉണ്ട്? അറൌണ്ട് 38 മെമ്പേഴ്സ് ഉണ്ട്. എന്റെ ഓർമ്മ സ്ഥിതിയാണെങ്കിൽ 38 മെമ്പേഴ്സ് ആണ് കറന്റ് OECD-യിലുള്ളത്. ദെൻ പ്രധാനമായിട്ട് അവർ പുറത്തിറക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്. ഏതാണ്? എക്കോണമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട്. എല്ലാ വർഷവും ഇറക്കും എക്കോണമിക് ഔട്ട്ലുക്ക് 2025, 2024, ഇങ്ങനെ ഓരോ വർഷവും എക്കോണമിക് ഔട്ട്ലുക്ക് ഇറക്കും. ദെൻ എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിരിക്കുന്നത് നമ്മളുടെ പാരീസിലാണ്. എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിലാണ് നമ്മളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിരിക്കുന്നത്. സോ OECD-നെ കുറിച്ചിട്ടും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. OECD, നാറ്റോ. സോ മേജർ ആയിട്ടുള്ള ഡിസ്കഷനുകളെല്ലാം ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ എന്താണ് ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയൽ? ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയൽ രണ്ടും അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ഒന്നും ആയിരുന്നില്ല. എന്താണ്? ഒരെണ്ണം ട്രംപിനെ കുറിച്ചിട്ടാണ്. സോ ലീവ് ഇറ്റ്. ആ ഓപ്പൺ എഡിറ്റോറിയൽ കൊണ്ട് നമുക്ക് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല. ദെൻ രണ്ടാമത്തെ ഓപ്പൺ എഡിറ്റോറിയൽ എന്താണ്? GST-യെ കുറിച്ചിട്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയലാണ്. GST-യെ പുകഴ്ത്തുന്നു. GST നിർമ്മല സീതാരാമന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും പ്രസംഗം എടുത്ത് പറയുന്നു. എന്താണ്? കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ഒരു പ്രതിനിധിയാണ് ആ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. സോ അത്ര കൺവിൻസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയൽ അല്ല. ദെൻ നമ്മളുടെ എന്താണ്? എഡിറ്റോറിയൽ പോളിസി നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടോ? സുബ്രഹ്മണ്യൻ സ്വാമി കേസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്രിമിനൽ ഡിഫമേഷൻ എടുത്തു കളയേണ്ട സമയമായോ എന്നുള്ളത് ചോദിക്കുന്ന ഒരു ചോദ്യം. സുബ്രഹ്മണ്യൻ സ്വാമി. സോ നമ്മൾ ഇന്നലെ സുബ്രഹ്മണ്യൻ സ്വാമിയെ കുറിച്ചിട്ടുള്ള കേസ് ലോ ഡിസ്കസ് ചെയ്തു. ഇന്ന് അത് പത്രത്തിലേക്ക് വന്നു. എന്തൊരു എന്താണ് കോയിൻസിഡൻസ് ആണല്ലേ. പണ്ട് ഞാൻ നമ്മളുടെ റിപ്പോ റേറ്റുകളെ കുറിച്ച് പഠിച്ചിട്ട് പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും റിപ്പോ റേറ്റ് അങ്ങോട്ട് കുറച്ച് വന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പഠിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇവർ ഈ റിപ്പോ റേറ്റ് അങ്ങോട്ട് കുറയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ പഠിക്കാത്തതിന്റെ കാരണമായിരുന്നു. അത് നോർമലി നമ്മുടെ എക്കോണമിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നലെ സുബ്രഹ്മണ്യൻ സ്വാമിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് അത് ഓപ്പൺ എഡിറ്റോറിയൽ പോളിസിയിൽ സുബ്രഹ്മണ്യൻ സ്വാമി കേസ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ദെൻ ഓക്കെ, സോ ആ കേസ് ദെൻ അതിന്റെ അടിയിലുള്ള നമ്മുടെ എഡിറ്റോറിയൽ പോളിസി എന്തായിരുന്നു? രണ്ടാമത്തെ എഡിറ്റോറിയൽ പോളിസി ഗസയുമായി ബന്ധപ്പെട്ടതാണ്. സോ അതും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്നേ പല പ്രാവശ്യങ്ങളിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. ദുർഗാപൂജ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ദുർഗാപൂജ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൊൽക്കത്തയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ദുർഗാപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നവരാത്രി ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൂജ.
കൾച്ചറൽ ഹെറിറ്റേജ്, യുനെസ്കോയുടെ വേൾഡ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ പെടുന്ന ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് ഈ ദുർഗാ പൂജ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദുർഗാ പൂജയുടെ ഡിസ്കഷനും നമ്മൾ അവിടെ ലിമിറ്റ് ചെയ്തു. ദുർഗാപൂജയൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പിക്ചർ മാത്രം, നമ്മളുടെ ഈ ന്യൂസ് മാത്രം എടുത്തു വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത്. ദെൻ ഇവിടെ മറ്റൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, മറ്റൊരു ആർട്ടിക്കിൾ അല്ല, മറ്റൊരു ന്യൂസ് ബിസിനസ് സെക്ഷനിൽ വന്നിട്ടുണ്ട്. എന്താണ്? ഇന്ത്യൻ ടീ സെക്ടർ, ഹ്യൂജ് സ്കോപ്പ് ഫോർ ഇന്ത്യൻ ടീ സെക്ടർ. സോ ഈ അവസരത്തിൽ ഇന്ത്യൻ ടീ സെക്ടറിനെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിക്കുന്നത് എവിടെയാണ്? ചായ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് അത് ചൈനയാണ്. ഒരു സംശയവും വേണ്ട, പറഞ്ഞോ, ചൈനയാണ്. ഓർക്കുന്നുണ്ടോ 1813 ചാർട്ടർ ആക്ട്? മോഡേൺ ഇന്ത്യ പഠിച്ചിട്ടുണ്ടോ? മോഡേൺ ഇന്ത്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓർക്കും. 1813 ചാർട്ടർ ആക്ട്. അവിടെ പറയുന്നുണ്ട് നമ്മളുടെ മോണോപോളി എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് മോണോപോളി? എടുത്തു കളഞ്ഞിട്ട് പറഞ്ഞു എക്സെപ്റ്റ് ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന. അതായത് നമ്മളുടെ ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമല്ല ഇന്ത്യയിലെ കച്ചവടം ചെയ്യാനായിട്ടുള്ള മോണോപോളി, അത് മറ്റുള്ള കമ്പനീസിനും മറ്റുള്ള ആളുകൾക്കും തുറന്നു കൊടുത്തു 1813 ചാർട്ടർ ആക്ട്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ലിമിറ്റ് ചെയ്തു. ഒന്ന്, ടീ ടീയിലുള്ള ട്രേഡ്, തേയിലയിലുള്ള ട്രേഡ്. രണ്ടാമത് ട്രേഡ് വിത്ത് ചൈന. ചൈനയുമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ. ടീ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നുണ്ടെങ്കിലും ഇറക്കുന്നുണ്ടെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതാരായിരിക്കും? അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമായിരിക്കും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയോ കയറ്റി അയക്കുകയോ തിരിവ് വാങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതാണ് 1813 ചാർട്ടർ ആക്ട് പറയുന്നത്. ഓക്കെ, സോ ചൈനയിലെ ടീ പ്രൊഡക്ഷൻ പണ്ട് കാലഘട്ടങ്ങളിൽ മുതലേ ഉള്ളതാണ്. കാരണം എന്താണ്? ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ് അല്ലേ വരുന്നത്. സോ അവിടെയെല്ലാം ടീ കൾട്ടിവേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ചൈനയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യയിൽ പെർട്ടിക്കുലർലി എവിടെയാണ് ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവിടെയാണ്? കേരളത്തിലാണോ? കേരളത്തിലല്ല, ആസാമിലാണ്. ഓക്കെ, കേരളത്തിൽ നമ്മൾ മൂന്നാറൊക്കെ കാണുന്നുണ്ടെങ്കിലും അതിന്റെ എത്രയോ ഇരട്ടി ആസാമിലും വെസ്റ്റ് ബംഗാളിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ആണ്. മൂന്നാർ കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷേ ആസാമിൽ ഇതിലും കൂടുതൽ സ്ഥലങ്ങളുണ്ട്. ആസാം അല്ലെങ്കിൽ ഹിമാലയൻ റീജിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ഇത് വളരാനായിട്ട് കെൽപ്പുള്ള ഏരിയാസിൽ ഹ്യൂജ്ലി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആസാം, വെസ്റ്റ് ബംഗാൾ ഏരിയകളിൽ ഹ്യൂജ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹു ഈസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ട്രീ അല്ല, ടീ. തേയിലയുടെ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആരാണ്? അതും ചൈന തന്നെയാണ്. പക്ഷേ ഇന്ത്യ 5ാം സ്ഥാനത്തുണ്ട്. ഓക്കെ, ഇന്ത്യ 5ാം സ്ഥാനത്തുണ്ട്. മനസ്സിലായോ? അറൌണ്ട് 10% ടീ എക്സ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഗ്ലോബൽ എക്സ്പോർട്ടിന്റെ 10%ഉം ഇന്ത്യയുടെ കയ്യിലാണ്. 40% ഉള്ള ആരുടെ കയ്യിലുണ്ട്? നമ്മളുടെ ചൈനയുടെ കയ്യിലുണ്ട്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ടീ ബോർഡ്. എന്താണ് ടീ ബോർഡ്? ടീ ബോർഡ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ. ഞാൻ അതിന്റെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയിട്ടുണ്ട്. മറന്നുപോയതല്ല, സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാതിരുന്നതാണ്. സോ ടീ ബോർഡ് അത്ര ഇമ്പോർട്ടന്റ് ഇല്ലാത്തൊരു ന്യൂസ് ആയതുകൊണ്ടാണ് ഞാനത് ടോട്ടലി എടുക്കാത്തത്. പക്ഷെ ഞാനൊരു റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന്, റിവിഷൻ അല്ല, ഞാനത് ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഒരു ഡിസ്കഷൻ. സോ അതൊന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് ഡേ ഞാൻ പറ്റുവാണെങ്കിൽ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം. ഓക്കെ, സോ ടീ ബോർഡ്. ടീ ബോർഡുമായി ബന്ധപ്പെട്ടൊരു കാര്യം എന്താണ്? ടീ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊൽക്കത്തയിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, സോ ഇതൊന്നും മറക്കരുത്. ഹെഡ് ക്വാർട്ടേഴ്സ് അതെനിക്ക് തോന്നുന്നു ടീ ബോർഡ് ഫോം ചെയ്തിട്ടുണ്ട് 1957 58 ആണ്. ഓക്കെ, 57 58 ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, സോ ഞാൻ ഒരു ഡെക്കേഡ് ഓർത്ത് വെച്ചിട്ടാണ് പഠിക്കാറ്. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് അങ്ങനെയാണ് പഠിക്കാറ്. ദെൻ അതൊരു ഓർമ്മയിലേക്ക് ഞാൻ കണക്ട് ചെയ്യും. 57 ആണെന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ വരുന്നത്. സോ എന്താണ്? ടീ ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ലാർജസ്റ്റ് എക്സ്പോർട്ടർ ചൈനയാണ്, ലാർജസ്റ്റ് പ്രൊഡ്യൂസറും ചൈനയാണ്. ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ് എന്നുള്ളത് കൂടിയിട്ട് ഈ ഒരു ഡിസ്കഷനിൽ ഓർത്ത് വെച്ചിരിക്കുക. ടീ ബോർഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നമ്മളുടെ ആസാമാണ്. ഓക്കെ, ആസാം മേഖലയായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ആസാം, വെസ്റ്റ് ബംഗാൾ, ആ റീജിയൻ. കേരളം ഉണ്ട് കേട്ടോ. 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ കേരളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കേരളം, തമിഴ്നാട് അങ്ങനെയുള്ള മേഖലകൾ. ശ്രീലങ്കയും ഒരു ലാർജസ്റ്റ് പ്രൊഡ്യൂസർ തന്നെയാണ്. പക്ഷെ ശ്രീലങ്ക സ്ഥലം കുറവാണല്ലോ, അത് കുഞ്ഞൊരു കൺട്രി അല്ലേ. സോ ശ്രീലങ്കയും കെനിയയും ഒരു മേജർ പ്രൊഡ്യൂസർ ആണ് ഈ ടീയുടെ കാര്യത്തിൽ. ഓക്കെ, സോ അതെല്ലാം ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള
ഒരു നോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ വെക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഫോർമേഷനുകൾ. ദെൻ ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മളുടെ പേപ്പേഴ്സിനെ റിവിഷൻ ഉള്ള ഒരു കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, നമ്മളുടെ ഈ മന്തിന്റെ ആകുമ്പോഴേക്കും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ശനി ഞായർ ദിവസങ്ങളിൽ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതുവരെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യുക. പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്റർനാഷണൽ റിലേഷൻ, എന്താണ് എക്കോളജി, എൻവിറോൺമെന്റ്, പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് റിവൈസ് ചെയ്യുക. പല കേസ് ലോസും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് റിവൈസ് ചെയ്തിട്ട് തിങ്കളും ചൊവ്വയും വരാം. ഓക്കെ, സോ ചൊവ്വാഴ്ച ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഇനിയുള്ള ഡിസ്കഷനുകളുടെ ഒരു പാറ്റേൺ പോകുന്നത് എന്ന് ഞാനൊന്ന് ഡീറ്റെയിൽ ആക്കാം. ഓക്കെ.